ഇതാ കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടെങ്കിലേ എരിവും പുളിയും ഒക്കെ ബാലൻസ്ഡ് ആയിട്ടുള്ള നല്ലൊരു കറി തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു കറിക്ക് തേങ്ങ ആവശ്യമില്ല, അതുപോലെ തക്കാളിയും സവാളയും ഒന്നും തന്നെ ആവശ്യമില്ല. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരൊറ്റ കറി മതിയാകും. കൂടെ ഒരു പപ്പടം കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. ഇത് ഉപ്പടം റെസിപ്പിയാണ്. ഇതുണ്ടാക്കിയെടുക്കാനും ഈസിയാണ്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതാ ഞാനിവിടെ ഒരു ചൂട് കട്ടിയുള്ള ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ഐറ്റം വറുത്തെടുക്കാനായിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ പുഴുങ്ങലരിയാണ് ചേർത്തിട്ടുള്ളത്. ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർക്കുക. 6-7 വറ്റൽമുളക്. എരിവ് കുറഞ്ഞ് കറിക്ക് നല്ലൊരു കളറോടെ കിട്ടണമെങ്കിൽ കൂടെ കാശ്മീരി മുളക് കൂടി ചേർക്കാം. ഞാനിവിടെ ഒരെണ്ണം കാശ്മീരി മുളക് ചേർത്തിട്ടുണ്ട്. ഇനി ഒരൈറ്റം കൂടി ചേർക്കാനുണ്ട്. ഇതൊന്ന് ശകലം ഒന്ന് ചൂടായി വന്നതിന് ശേഷം ചേർത്താൽ മതിയേ. ചെറിയ തീയിലിട്ട് നന്നായിട്ട് ഇളക്കി വറുത്തെടുക്കണം. ഇതിപ്പോൾ ഒരു 15 സെക്കൻഡോളം ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കാനുള്ളത് 1 ടീസ്പൂൺ ഉലുവയാണ്. ഇത്രയും ചേർക്കുന്നതുകൊണ്ട് ഉലുവയുടെ കയ്പൊന്നും ഈ കറിയിൽ ഉണ്ടാകത്തില്ല. ആദ്യമേ ഉലുവ ചേർക്കുവാണെങ്കിൽ പാകത്തിന് വറുത്ത് വരുമ്പോഴത്തേന് ഉലുവ പെട്ടെന്നങ്ങ് മൂത്ത് കറുത്ത് പോകും. ഇതിലെ അരി ഇപ്പം നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട്. കൂടെ പരിപ്പും എല്ലാം പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക. ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കാം. വീണ്ടും അതേ കടായി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ വെണ്ടക്ക എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് 275 ഗ്രാമാണ്. 300 ഗ്രാം വരെ ഈ ഒരു അളവിന് ചേർക്കാവുന്നതാണ്. വെണ്ടയ്ക്ക നല്ലവണ്ണം കഴുകി തുടച്ചെടുക്കുക, അല്ലെങ്കിൽ വെള്ളം വാലാൻ വേണ്ടി വെച്ച് നല്ലവണ്ണം ഡ്രൈ ആയതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കുക. ഇനി ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ വെണ്ടയ്ക്ക ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വെണ്ടക്കായിലെ വെള്ളമയം ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇങ്ങനെ അതിൻ്റെ വഴുവഴുപ്പ് ഇറങ്ങും. അപ്പോൾ ഒട്ടും വെള്ളമില്ലാതെ വേണം ചേർക്കാനായിട്ട്. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാ വെണ്ടയ്ക്കായും നല്ലവണ്ണം ഒന്ന് വഴന്നു വന്നോട്ടെ. ഇതിൽ ഉപ്പൊന്നും ഇപ്പോൾ ചേർക്കരുത്. വെണ്ടയ്ക്ക കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് 275 ഗ്രാം. വെണ്ടയ്ക്കയൊക്കെ ഒന്ന് ചുരുങ്ങി വന്നിട്ടുണ്ട്. ഇത് പകുതിയോളം ഒന്ന് വെന്തിട്ടുമുണ്ട്. ഈ ഒരു പരുവത്തിൽ വഴറ്റിയെടുക്കുക. ഇത് ഞാൻ അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇനി മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ആദ്യമേ വറുത്ത് വെച്ച ഐറ്റമൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുത്തോണ്ട് വരാം. തരിയില്ലാതെ പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കുക. ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ആദ്യമേ വറുത്തതും വഴറ്റിയ ഐറ്റവും ഒക്കെ ചട്ടി തന്നെ ചെയ്താലും മതിയേ. പുളി ഏറെ ചേർക്കുന്നത് കാരണം ചട്ടി കറി വയ്ക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ കറിക്ക് പാകത്തിനുള്ള വെള്ളമായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു പച്ചമുളക് വലിയ ഒരെണ്ണമാണ് ചേർത്തത്. 1-2 ചേർക്കാം. കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. ഒരു 1/4 സ്പൂണിന് അല്പം താഴെയായിട്ട് കായപ്പൊടിയോട് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വയ്ക്കാം. നല്ലോണം ഒന്ന് വെട്ടി തിളച്ച് വരട്ടെ. തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വെണ്ടക്ക ചേർക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി ആ പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടിയുണ്ടല്ലോ, അതിലോട്ട് 1/2 ഗ്ലാസ്സിനടുത്തായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കട്ടയില്ലാതെ നല്ലവണ്ണം ഒന്ന് കലക്കിയെടുക്കുക. ചട്ടിയിലോട്ട് നേരിട്ട് പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ കട്ട കെട്ടി കിടക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഇനി ഇതോടെ ഒഴിക്കാം. ഇനി ആ എരിവും പുളിയും എല്ലാം ബാലൻസ്ഡ് ആകാൻ വേണ്ടി ഇതിൽ ശർക്കര ചേർത്തിരിക്കണം. ഞാനിവിടെ ശർക്കര പൊടിയാണ് ചേർക്കുന്നത്. ഇത് സ്കിപ്പ് ചെയ്യരുത്. ഞാൻ കുറച്ച് ചേർത്തിട്ട് 1 സ്പൂണിനടുത്തായിട്ട് ചേർത്തിട്ട് ഒന്ന് ഇളക്കി നോക്കിയപ്പോൾ കുറച്ചുകൂടി വേണ്ടി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഞാൻ ശർക്കരപ്പൊടി ചേർക്കുന്നുണ്ട്. ഏകദേശം 1 സ്പൂൺ ഫുള്ളായിട്ട് ചേർക്കുന്നുണ്ട്. ഉപ്പെല്ലാം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. കുറച്ചുകൂടി ശർക്കരപ്പൊടി ചേർത്തിട്ടുണ്ട്. ഞാൻ ഇതിപ്പോൾ ഇത്രയും ലൂസാക്കിയാണ് ഇതിൽ വെള്ളം ഒഴിച്ചിരിക്കുന്നത്.
കറി നല്ല പാകമാകുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ കറക്റ്റായിരിക്കും. ഇനി ഒന്ന് മൂടി വയ്ക്കുക. നല്ലവണ്ണം ഒന്ന് വെട്ടി തിളച്ചതിന് ശേഷം ഒരല്പം തീ കുറച്ചിടുക. ഒരു 10 മിനിറ്റോളം ഇത് നല്ലവണ്ണം ചെറിയ തീയിൽ വെന്ത് വരട്ടെ. ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കിയിട്ട് ഉപ്പും ആ പുളിയും എല്ലാം ബാലൻസ്ഡ് ആണോ എന്ന് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും പോരാഴിക ഉണ്ടെങ്കിൽ ചേർക്കുക. ഇതിപ്പം നല്ലവണ്ണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത് വെണ്ടയ്ക്ക പുളിയിൽ ഇങ്ങനെ തിളയ്ക്കുന്നത് കാരണം അത് അലന്നൊന്നും പോകത്തില്ല. എത്ര വെന്താലും നല്ല സോഫ്റ്റായിട്ട് ഇത് വെണ്ടയ്ക്ക വെന്തിരിക്കുകയാണ്. കറിയൊക്കെ ഒന്ന് കുറുകി നല്ല പാകത്തിനായിട്ടുണ്ട്. ഇത് ചട്ടിയാണ്. തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്നുകൂടെ ചാറ് കട്ടിയാകും. ഇപ്പം നമുക്ക് ഉപയോഗിച്ച് തീർക്കാനാണെങ്കിൽ ഈ ഒരു പരുവത്തിന് ചാറ് കറക്റ്റായിരിക്കും. അഥവാ നിങ്ങൾക്ക് കുറച്ചുകൂടി ചാറ് വേണമെന്നുണ്ടെങ്കിൽ നല്ലവണ്ണം വെട്ടി തിളയ്ക്കുന്ന വെള്ളം ഒഴിക്കാവും, പച്ചവെള്ളം ഒഴിക്കരുത്. ഇതിന് നന്നായിട്ടൊന്ന് താളിച്ചുകൂടിടുമ്പോൾ ഒന്നുകൂടി കറിക്ക് നല്ല ടേസ്റ്റും മണവുമാണ്. ഞാൻ താളിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടി വരട്ടെ. ഈ കറി വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ നോക്കണേ. നാടൻ റെസിപ്പിയാണ്. സാധാരണ താളിക്കാൻ എടുക്കുന്ന ചെറുള്ളിയേക്കാൾ കുറച്ച് കൂടുതലായിട്ട് ചെറുള്ളി എടുക്കണേ. ചെറുള്ളി ഒന്ന് പകുതി വഴന്ന് വന്നിട്ട് വറ്റൽമുളക് ചേർക്കുക. കുറച്ച് കറിവേപ്പിലയും ചേർക്കുക. ആദ്യമേ വറ്റൽമുളക് ചേർത്ത് കഴിയുമ്പോഴേ കറുത്തു പോകും. നന്നായിട്ട് ഇളക്കി എടുക്കുക. ഉള്ളിയൊക്കെ ഒരേപോലെ ഒന്ന് ഒത്തിരി ബ്രൗൺ ആകണ്ട. ബ്രൗൺ ആകാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു പരുവമുണ്ടല്ലോ, അതുവരെ ഇത് വഴറ്റിയെടുക്കുക. ഇത് വഴന്ന് വന്നപ്പോഴത്തേന് ഇത്രേ ഉള്ളിയുള്ളൂ. കുറച്ചുകൂടി ഉള്ളി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിലെ മുളക് പൊടിയൊന്നും ചേർക്കണമെന്നൊന്നുമില്ല. ഇതിനി അങ്ങോട്ട് കറിയിലോട്ട് ഒഴിക്കാം. കറിയിലെ താളിച്ചൊഴിച്ച ഉടനെ തന്നെ ഇളക്കരുത്. ഇതൊന്ന് മൂടി വയ്ക്കുക. ഒരു 5, 6, 7 മിനിറ്റൊക്കെ മൂടി വയ്ക്കാം. ഇതിപ്പോൾ ഒരു 6, 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്ന് തുറക്കാം. കറി ഇരിക്കും തോറും കുറച്ചുകൂടി ടേസ്റ്റ് ആവും. അതുപോലെ കളറും കുറച്ച് ഡാർക്ക് ആവുമേ. അതുപോലെ തന്നെ കുറച്ച് കുറുകുകയും ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, വെട്ടി തിളപ്പിക്കുന്ന വെള്ളം ഒഴിച്ച് മാത്രം കുറച്ച് ലൂസാക്കാം. ഇതിപ്പോൾ ഉപ്പ്, പുളി, എരിവ് എല്ലാം ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു നല്ലൊരു കറി കേട്ടോ. ചൂട് ചോറിൻ്റെ കൂടെ ഒരു പപ്പടം കൂടെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. സൂപ്പറാണ്. അപ്പോൾ പിന്നെ വേഗം തന്നെ ഈ ഒരു ഈസി ആയിട്ടുള്ളൊരു കറി തയ്യാറാക്കി നോക്കിക്കോളൂ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലേ ഒരു ലൈക്ക് തന്നൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻറ്റ് തരാനും ഹൈപ്പ് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.